നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സ്നേഹ തള്ളലായാലും സ്നേഹ തല്ലലായാലും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും. TV ചാനലിൽ മുഖം കാണിക്കാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസമാണെന്നും കെ മുരളീധരൻ. ഒന്നാം വിള നെല്ല് സംഭരിച്ചതിൽ വില കിട്ടാത്തതിൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട് സപ്ലൈകോ റീജിയണൽ മാനേജരെ ഉപരോധിച്ചു. നെല്ലുവില സർക്കാർ ബാങ്കുകൾക്ക് കൈമാറാത്തതാണ് കർഷകർക്ക് വില നൽകാൻ കഴിയാത്തതെന്ന് ബാങ്ക് അധികൃതരും സപ്ലൈകോയും. ഫെബ്രുവരി 23-നകം തുക ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളെന്ന് കർഷക സംരക്ഷണ സമിതി. ഷൊർണൂർ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതി രേഖയ്ക്ക് വികസന സെമിനാറിൽ അംഗീകാരം. 18,70,80,000 രൂപയുടെ പദ്ധതികൾ വിഭാവനം ചെയ്യും. ഷൊർണൂരിൽ പല പദ്ധതികൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ബജറ്റിൽ ഇതിനകം തുക മാറ്റിവെച്ചിട്ടുണ്ടെന്നും വിമർശിക്കുന്നവർ ഇതൊന്നും കാണാതെ പോകരുതെന്നും പി മമ്മിക്കുട്ടി MLA. സർക്കാർ പദ്ധതികൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ പദ്ധതി നിർവഹണം ആവശ്യമാണെന്ന് PP സുമോദ് MLA. ജില്ലാ വികസന സെമിനാർ പാലക്കാട്ട്. ഷൊർണൂർ കല്ലിപ്പാടത്തെ തെരുവുനായ ആക്രമണം. 3 പേർക്ക് നായയുടെ കടിയേറ്റു. നായയുടെ ആക്രമണം നടന്നത് വെള്ളിയാഴ്ച രാവിലെ. അഭ്യൂഹങ്ങൾക്ക് ഇവിടെ മനസ്സ് തുറന്ന് തൃശൂർ മുൻ മേയർ MK വർഗീസ്. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനാണ് താല്പര്യമെന്നും മത്സരരംഗത്തേക്ക് ഇല്ലെന്നും MK വർഗീസ്. വെളിപ്പെടുത്തൽ MK വർഗീസ് BJPയിലേക്ക് പോകുമെന്ന പ്രചരണത്തിന് പിന്നാലെ. സിവിൽ സർവീസ് മേഖലയിലുള്ളവരെ കഴിഞ്ഞ 10 വർഷമായി അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്ത സർക്കാരാണ് കേരളത്തിലേതെന്ന് KGOU. DA അവകാശമല്ലെന്ന് കോടതിയിൽ പറഞ്ഞ സർക്കാർ മാധ്യമങ്ങളുടെ മറുവാദമുന്നയിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചത് തൊഴിലാളി വഞ്ചനയെന്നും നേതാക്കൾ. തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മാത്രം ജീവനക്കാരെ ഓർക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും വിമർശനം. മഴവില്ലഴകിൽ കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം. വിവിധ വേലകളുടെ സംഗമം വർണ്ണാഭമായി. പൂരം മഹോത്സവത്തിന് ആയിരങ്ങൾ സാക്ഷിയായി. വിസ്മയം തീർത്തെ മണ്ണൂർ ഉച്ചാർ വേല. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ ടെർമിനലായി ഉയർത്തണമെന്ന് VK ശ്രീകണ്ഠൻ MP. നിലവിൽ നിർമ്മാണം നടക്കുന്ന പിറ്റ് ലൈനിൻ്റെ പണി 2026 മെയ് മാസത്തോടുകൂടി പൂർത്തിയാക്കുമെന്നും പിറ്റ് ലൈനിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദീർഘദൂര ട്രെയിൻ സർവീസ് ആരംഭിക്കാനാകുമെന്നും MP പറഞ്ഞു. ഒപ്പം ചരക്ക് ഗതാഗതം വേഗത്തിലാക്കാനും റെയിൽവേ വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കുവാനും കഴിയുമെന്നും MP കൂട്ടിച്ചേർത്തു. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ സാധാരണ സ്റ്റേഷൻ വിഭാഗത്തിൽപ്പെട്ടതാണ്. നിലവിൽ ഇവിടെ അനുഭവപ്പെട്ട പിറ്റ് ലൈനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026 മെയ് മാസത്തോടുകൂടി പൂർത്തിയാകും. പിറ്റ് ലൈൻ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുതിയ ദീർഘദൂര ട്രെയിനുകൾ ഇവിടെ നിന്നും സർവീസ് ആരംഭിക്കുന്നതിന് കഴിയും. പിറ്റ് ലൈൻ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ചരക്ക് ഗതാഗതം വേഗത്തിലാക്കുവാനും റെയിൽവേ വരുമാനത്തിൽ വലിയ വർധനവുണ്ടാക്കുവാനും കഴിയുമെന്ന് MP ലോക്സഭയിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്നേഹ തള്ളൽ ആയാലും സ്നേഹ തല്ലൽ ആയാലും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് കെ മുരളീധരൻ. ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നും വിജയമാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമെന്നും മുരളീധരൻ പറഞ്ഞു. TV ചാനലിൽ മുഖം കാണിക്കാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസമാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഒരേ മനസ്സോടെ നീങ്ങണം. ഈ സ്നേഹത്തല്ലാണെങ്കിലും തള്ളാണെങ്കിലും അത് ദോഷം തന്നെയാണ്. തല്ലലും മോശമാണ്, തള്ളലും മോശമാണ്. അത് സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിലും എന്താ പറയേണ്ടത്, ദേഷ്യത്തിൻ്റെ ഭാഷയിലാണ്, രൗദ്രത്തിൻ്റെ ഭാഷയിലാണെങ്കിലും ആ തള്ളലൊന്നും ഇലക്ഷൻ ജയിക്കാൻ സഹായകരമല്ല. ആ തള്ളുന്ന നേരം കൊണ്ട് പാർട്ടിക്ക് വേണ്ടി കുറച്ച് അധ്വാനിച്ചാൽ അത്രയും വോട്ട് നമുക്ക് കിട്ടും. ഞാൻ അത്രേ പറയുന്നു. ഈ ക്യാമറയിൽ ചിത്രം വരാനും TV-യിൽ ഇങ്ങനെ തല എത്തിയിട്ട് നോക്കും. ഇതൊക്കെ അവനവൻ വിചാരിക്കുന്നത് അറിയോ? നാട്ടുകാരൊക്കെ കാണുന്ന, പക്ഷെ നാട്ടുകാരെന്താ വിചാരിക്കുക എന്നുള്ള മാത്രം മനസ്സിൽ കാണുന്നില്ല. ഇയാൾ സ്ഥിരം ഒരു കുറ്റീനെ പുറകിൽ കാണുന്നുണ്ടല്ലോ എന്നാണ് ഈ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവർ സാധാരണ പറയുക. അപ്പം അതുകൊണ്ട് ആ തള്ളു ഇടിക്കുകയൊക്കെ പകരം ഒന്ന് നന്നായി പ്രവർത്തിച്ച് 3 മാസം പ്രവർത്തിച്ചാൽ പോരെ. തൃശൂർ പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റെന്ന് കെ മുരളീധരൻ. റിപ്പോർട്ടിലെ ഒരു വരി പോലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും പോലീസുകാരാണ് പൂരം കലക്കിയതെന്ന് വ്യക്തമാണെന്നും പിണറായിയുടെ തിരക്കഥയും അജിത് കുമാറിൻ്റെ സംവിധാനവുമാണ് റിപ്പോർട്ടെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. തട്ടിക്കൂട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയവരാണ് പൂരം കലക്കിയതെന്നും CBI അന്വേഷണം
വേണമെന്ന കാര്യം നേരത്തെ ആവശ്യപ്പെട്ടതാണെന്നും മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞു. അത് കേരളം ഇന്ത്യയും മുഴുവൻ കണ്ടൊരു കാഴ്ചയാണ്. വ്യക്തമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിവരം കലക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എല്ലാ ചാനലുകളും കാണിച്ചാണ്. ഇതിനെല്ലാം മറച്ചു വെച്ച് അജിത് കുമാറെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയൊരു തിരക്കഥ. ഈ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാർ, പിണറായിയുടെ തിരക്കഥ അജിത് കുമാറിൻ്റെ സംവിധാനം. ഞാൻ ചോദിക്കുന്നത്, ഈ റിപ്പോർട്ട് സുനിൽ കുമാർ അംഗീകരിക്കുന്നു, CBI അംഗീകരിക്കുന്നു. സത്യം മറച്ചു വയ്ക്കാണ്ട് പുക പറയാണ് ഈ റിപ്പോർട്ട്. ഇതിൻ്റെ ഒരു വരി പോലും ഞങ്ങൾ അംഗീകരിക്കും. ഇപ്പോൾ രംഗത്ത് പൂരം കലക്കിയത് പോലീസുകാരെല്ലാം തെളിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വ്യാജ റിപ്പോർട്ടാണ്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ സത്യം അറിയാം. നിങ്ങളന്ന് പ്രക്ഷേപണം ചെയ്ത നിങ്ങളുടെ ചാനലിലെ അന്നത്തെ വാർത്തകൾ കണ്ടാൽ സത്യം അറിയാം. അപ്പോൾ ഇത്രയും നഗ്നമായ ഒരു സത്യത്തിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഇത്രയും വഷളായിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയോ അവരോളം വഷളന്മാർ വേറെ ഞാൻ അത്രയും പറയുന്നു. ഒന്നാം വിള നെല്ല് സംഭരിച്ചതിൽ വില കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കർഷക സമിതി പ്രവർത്തകർ പാലക്കാട് സപ്ലൈകോ റീജിയണൽ മാനേജരെ ഉപരോധിച്ചു. നെല്ലുവില സർക്കാർ ബാങ്കുകൾക്ക് നൽകാത്തതാണ് കർഷകർക്ക് വില നൽകാൻ കഴിയാത്തതെന്ന് ബാങ്ക് അധികൃതരും സപ്ലൈകോയും പറയുന്നു. ഫെബ്രുവരി 23-ന് മുൻപ് ഇത് ലഭിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ പാലക്കാട്ട് പറഞ്ഞു. ദേശസാൽകൃത ബാങ്ക് വഴി വിതരണം ചെയ്യേണ്ട വിലയാണ് രണ്ടാം വിളവെടുപ്പായിട്ടും കിട്ടാതിരിക്കുന്നത്. നെല്ലുവില സർക്കാർ ബാങ്കിന് നൽകാത്തതാണ് കർഷകർക്ക് വില നൽകാൻ കഴിയാത്തതെന്നാണ് ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം. കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം ലഭിക്കാത്തതാണ് കർഷകർക്ക് വില നൽകാതിരിക്കുന്നതിനിടയാക്കിയതെന്ന് സപ്ലൈകോ റീജിയണൽ മാനേജർ G. സുമയും വ്യക്തമാക്കുന്നു. വില നൽകുന്നതിന് സർക്കാർ തലത്തിൽ സപ്ലൈകോ അധികൃതർ മുഖേനയും ഇടപെടലുണ്ടാകുമെന്ന റീജിയണൽ ഓഫീസറുടെ അറിയിപ്പിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഫണ്ട് മുടങ്ങിയത്. അപ്പോഴും കാനറ ബാങ്ക് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു കാനറ ബാങ്കിന് എന്താ വേർതിരിവ് പറയുന്നു. കാനറ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർഷകരെക്കാളും വളരെ കൂടുതലാണ് SBIയിൽ. അപ്പോൾ അവിടെ ഫണ്ട് വരുമ്പോൾ അങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ വരും. ചിലപ്പം SBIയിൽ ആദ്യം തീരും, പിന്നെ കാനറ ബാങ്കിൽ കുറച്ചുണ്ടാവും. ഇപ്പം കാനറ ബാങ്കും ഏകദേശം ഫണ്ട് കഴിഞ്ഞു. ഈ രണ്ട് ഫണ്ടും കൂടെ ഏകദേശം സെൻട്രൽ ഗവൺമെൻറ് അതെല്ലാ പേപ്പേഴ്സും ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഈ ഫണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കയറുന്ന താമസമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ പാലക്കാട് ജില്ലയിൽ എത്ര രൂപയോളം കൊടുക്കാനുണ്ട്? രണ്ട് ബാങ്കിലും കൂടെ ഏകദേശം ഒരു 10 കോടിയെ കൊടുക്കാനുണ്ട്. ഫെബ്രുവരി 23-നകം പണം ലഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് കർഷക സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള കഴിഞ്ഞ് സപ്ലൈകോ നെല്ല് കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം 3-4 മാസമായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ വിവിധ കൃഷിഭവനിലുള്ള കർഷകരാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഈ നേരം വരെ പൈസ എപ്പോൾ കിട്ടുമെന്ന് വ്യക്തമായി പറയാനുള്ള ഒരു തീരുമാനവും സപ്ലൈകോവിൻ്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ കഴിയുന്നില്ല. അവരവരുടെ കർഷകൻ്റെ ആണെങ്കിൽ അടുത്ത ക്രോപ്പ് ഇന്നലെ മുതൽ കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം കൊല്ലങ്കോട് കൃഷിഭവൻ്റെ കീഴിലും അതുപോലെ തന്നെ എലവഞ്ചേരിയിലും. ഈ രണ്ടാമത്തെ വിള എപ്പോൾ സംഭരിക്കും എന്നുള്ളതിന് ഉപരി ഒന്നാം വിളയുടെ പൈസ ഈ 4 മാസമായിട്ട് ഇനിയും 10 കോടി കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്, കൊടുക്കാനുണ്ടെന്നാണ് ബന്ധപ്പെട്ട സപ്ലൈകോയുടെ അധികാരികളിൽ നിന്ന് മനസ്സിലായത്. അടിയന്തരമായിട്ട് 23-ാം തീയതിക്കുള്ളിൽ ഈ പൈസ കൊടുത്ത് തീർത്തില്ല എങ്കിൽ പാലക്കാട് ജില്ലയിലെ കിട്ടാനുള്ള കർഷകരും കിട്ടിയവരായാലും സപ്ലൈകോയിനുള്ളിൽ ഞങ്ങൾ എന്തായാലും ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ പറഞ്ഞിട്ടുണ്ട് 23-ന് മുമ്പല്ല ഈ വരുന്ന ചൊവ്വാഴ്ചക്കുള്ളിൽ പൈസ കൊടുത്ത് തീർക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം അപ്പുറം 23-ാം തീയതി വരെ ഞങ്ങൾ ഏതെങ്കിലും സമയം കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ സമരം അവസാനിപ്പിച്ചിറങ്ങിയതാണ്. ഭാരവാഹികളായ ചിദംബരൻകുട്ടി മാസ്റ്റർ, ശിവാനന്ദൻ, പ്രഭാകരൻ, വിജയൻ, ശെൽവകുമാർ, സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സിവിൽ സർവീസ് മേഖലയിലുള്ളവരെ കഴിഞ്ഞ 10 വർഷമായി അവഗണിക്കുകയും ചെയ്ത സർക്കാരാണ് കേരളത്തിലേതെന്ന് KGOU. DA അവകാശമല്ലെന്ന് കോടതിയിൽ പറഞ്ഞ സർക്കാർ മാധ്യമങ്ങളിലൂടെ മറുവാദമുന്നയിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചത് തൊഴിലാളി വഞ്ചനയാണെന്നും KGOU സംസ്ഥാന പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ, ജനറൽ സെക്രട്ടറി B. ഗോപകുമാർ എന്നിവർ പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രം ജീവനക്കാരെ ഓർക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷമായി പുതിയ ആവശ്യങ്ങൾക്കു വേണ്ടിയല്ല, കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾക്കായാണ് ജീവനക്കാർ സമരം ചെയ്തത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ജീവനക്കാരെ ഓർക്കുന്ന സർക്കാരാണ് കേരളത്തിലേത്. DA കുടിശ്ശികയെക്കുറിച്ചോ ശമ്പള കുടിശ്ശികയെക്കുറിച്ചോ മിണ്ടാത്ത സർക്കാർ കിട്ടിക്കൊണ്ടിരുന്ന വിവിധ ആനുകൂല്യങ്ങൾ നിഷേധിച്ചു. ജീവനക്കാരെയും പൊതുജനത്തെയും തമ്മിലടിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ ഇരട്ടത്താപ്പും ജനവഞ്ചനയും ജനം തിരിച്ചറിഞ്ഞതിന്റെ
തെളിവാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ഫെബ്രുവരി 14-15 തീയതികളിലായി പാലക്കാട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സിവിൽ സർവീസ് മേഖലയോടുള്ള സർക്കാർ സമീപനം എന്തായിരുന്നെന്ന് തുറന്നു കാണിക്കുന്നതിനൊപ്പം ബദൽ നിർദ്ദേശങ്ങൾക്കും സമരരൂപങ്ങൾക്കും രൂപം നൽകുമെന്നും KGOU സംസ്ഥാന പ്രസിഡന്റ് KC സുബ്രഹ്മണ്യൻ, ജനറൽ സെക്രട്ടറി B ഗോപകുമാർ എന്നിവർ അറിയിച്ചു. 10 കൊല്ലക്കാലമായി ഞങ്ങൾ പുതിയതായി ഒരു ആനുകൂല്യത്തിനും വേണ്ടി ഞങ്ങൾ സമരം ചെയ്തിട്ടില്ല. നിലവിലുള്ള ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കുന്നതിനാണ് സമരം ചെയ്തിട്ടുള്ളത്. DAയുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയം നമ്മൾ കണ്ടതാണ്. DA അവകാശമല്ല എന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കുകയും പത്രസമ്മേളനത്തിലൂടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും അങ്ങനെയുള്ള വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ജീവനക്കാർ പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കരാർ നിയമനം നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ്. PSC എല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ സമ്മേളനം അതിപ്രധാനമുള്ള സമ്മേളനമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ഉൾപ്പെടെയുള്ള ഒത്തിരി പ്രമുഖ നേതാക്കന്മാർ തന്നെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, ഇംപ്ലിമെന്റ് നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ട്രഷറർ ഡോക്ടർ R രാജേഷ്, സംസ്ഥാന സെക്രട്ടറി R ശിവകുമാർ, ജില്ലാ പ്രസിഡന്റ് KA സാദിഖ് അലി, ജില്ലാ സെക്രട്ടറി V സുജിത് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭയുടെ 2026-27 വർഷത്തെ കരട് പദ്ധതി രേഖയ്ക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. P മാമിക്കുട്ടി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആകെ 18,70,82,000 രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അടുത്ത കൗൺസിൽ യോഗത്തിൽ അന്തിമ പദ്ധതി രേഖയ്ക്ക് അംഗീകാരം നൽകിയേക്കും. ഷൊർണൂർ നഗരസഭയുടെ 2026-27 വാർഷിക പദ്ധതി ആസൂത്രണത്തിൻ്റെ ഭാഗമായുള്ള വികസന സെമിനാർ വെള്ളിയാഴ്ച രാവിലെ കുളപ്പള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്നു. P മാമിക്കുട്ടി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്രിയ അനിശ്ചിതമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ആ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി നിർവഹിക്കപ്പെട്ട, നിഷ്കർഷിക്കപ്പെട്ട, തീരുമാനിക്കപ്പെട്ട എല്ലാ തലങ്ങളിലുള്ള കടമ്പകൾ കടന്നുകൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം തയ്യാറാക്കി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ജനകീയാസൂത്രണ പദ്ധതി നടപ്പാക്കിയതിനു ശേഷമുള്ള 25ാമത് വാർഷികം നമ്മൾ ഇവിടെ ആഘോഷിക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ ആ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തീരുമാനിക്കപ്പെട്ട സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണ് ഈ വികസന സെമിനാറും നമ്മൾ ചേരുന്നത്. ജനകീയ ആസൂത്രണം നടപ്പിലാക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആശങ്കകളും അതുപോലെ തന്നെ എന്താ പറയാ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരേണ്ടത്. അത് സ്വാഭാവികമാണല്ലോ. നിലവിലുള്ള ആസൂത്രണ പദ്ധതിയിൽ സമൂലമായ മാറ്റമാണ് വരുത്തിയത്. ആസൂത്രണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് പങ്കെടുക്കാനും പങ്കാളികളാക്കാനും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള സംവിധാനമാണ് ഈ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലൂടെ ഇവിടെ സാധ്യമായത്. അത് നേരത്തെ ആസൂത്രണമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. കരട് പദ്ധതി രേഖ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK സൗമ്യയ്ക്ക് നൽകി P മാമിക്കുട്ടി MLA പ്രകാശനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല അധ്യക്ഷത വഹിച്ച സെമിനാറിൽ CK സൗമ്യ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VC സിന്ധു, C സന്ധ്യ, C രവീന്ദ്രൻ, കൗൺസിലർ VK ശ്രീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ VK അനുരാജ സ്വാഗതവും സെക്രട്ടറി PS രാജേഷ് നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് പുറമെ ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ, ആശ, അംഗൻവാടി പ്രതിനിധികൾ, വിവിധ മേഖലയിലെ വിദഗ്ധർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും നടന്നു. പദ്ധതി ആസൂത്രണ പ്രവർത്തനങ്ങളിൽ വിലയേറിയ മാർഗനിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. 2026-27 വർഷത്തെ കരട് പദ്ധതി രേഖയ്ക്ക് വികസന സെമിനാറിൽ അംഗീകാരം നൽകി. ആകെ 18,70,82,000 രൂപയുടെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ വാർഷിക പദ്ധതിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പദ്ധതികൾ ഇവയൊക്കെയാണ്: ഭാരതപ്പുഴ ടൂറിസം കേന്ദ്രമാക്കൽ, കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബൈപ്പാസ് നിർമ്മാണം, വയോജന സൗഹൃദ പദ്ധതികൾ, ഷൊർണൂർ ടൗണിൽ വനിതകൾക്ക് വാണിജ്യ വ്യവസായ കെട്ടിട സമുച്ചയം, ടൗൺ ഹാൾ പൂർത്തീകരണം, ഷൊർണൂർ ടൗണിൽ വയോജന വിശ്രമ കേന്ദ്രം, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡയാലിസിസ് 2ാം ഘട്ടം, ISO സർട്ടിഫിക്കേഷൻ, വനിതകൾക്ക് സ്വയം
പ്രതിരോധ പരിശീലനം, ജനറൽ വിഭാഗത്തിന് PSC പരിശീലനം തുടങ്ങിയവയാണ്. സെമിനാറിൽ അംഗീകാരം ലഭിച്ച അടുത്ത കൗൺസിൽ യോഗത്തിൽ അന്തിമ പദ്ധതി രേഖയ്ക്ക് അംഗീകാരം ലഭിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി. ഷൊർണൂരിൽ പല പദ്ധതികൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പലതും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ബജറ്റിൽ ഇനിയും തുക നീക്കിവെച്ചിട്ട് MLA കൂട്ടിച്ചേർത്തു. വിമർശിക്കുന്നവർ ഇതെല്ലാം പരിശോധിക്കണമെന്നും മമ്മിക്കുട്ടി പറഞ്ഞു. FBയിലും മറ്റും വിമർശിക്കുന്നവർക്ക് മറുപടി കൂടിയായാണ് വികസന സെമിനാറിൽ സംസാരിക്കവേ MLAയുടെ ഈ പ്രതികരണം. 2 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലാണ്, 10 വർഷത്തിലാണ് 2 കോടി നീക്കി വെച്ചത്. ഷൊർണൂർ മുനിസിപ്പൽ ഓഫീസ് നിങ്ങൾക്കറിയാം, നേരത്തെ അതിൻ്റെ നിർമ്മാണം നടന്നിരുന്നു. ആ നിർമ്മാണം നടന്ന് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് പൂർത്തിയാക്കിയിരുന്നത്. അതിന് മേലെയുള്ള ഫ്ലോർ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് 50 ലക്ഷം രൂപ അതിന് ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ മേലെ ഫ്ലോറ് നമ്മൾക്ക് ഉപയോഗയോഗ്യമാക്കി മാറ്റി. മാത്രമല്ല മുനിസിപ്പൽ ഓഫീസ് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി 2 കോടി രൂപ ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷമായി നീക്കി വെച്ചിട്ടുണ്ട്. ടൗൺ ഹാളിന് 2 കോടി വെച്ച് അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ മുനിസിപ്പൽ ഓഫീസ് ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി 2 കോടി രൂപ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ നീക്കി വെച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് തന്നെ 4 കോടി രൂപ അതിൻ്റെ ഭാഗമായി 4.5 കോടി രൂപ അതിൻ്റെ ഭാഗമായി ഈ 4 കൊല്ലക്കാലത്തിനടുത്ത് നീക്കി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് അന്വേഷിക്കണം. വിമർശിക്കുന്ന ആളുകൾ മുനിസിപ്പൽ പഞ്ചായത്ത് റോഡുകൾക്ക് വേണ്ടി MLAമാർ 4 കോടി രൂപ ഫണ്ട് എവിടെയെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. 4 കോടി വെച്ച് അത് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അവിടെ സൈഡ് ഭിത്തിയും അതുപോലെ തന്നെ വാഹനങ്ങൾ മര്യാദരിക്കാൻ വേണ്ടിയിട്ടൊരു മറ്റേ ഫിക്ഷൻ ഭിത്തിയുമാണെന്ന് പറഞ്ഞു, മറ്റേ ഇത് കാണും. അങ്ങനെ ക്യാഷ് പാർക്ക് അതിനുവേണ്ടി 35 ലക്ഷം രൂപ അതിന് വെച്ചിരുന്നു. ഷൊർണൂർ കല്ലിപ്പാടത്തെ തെരുവുനായയുടെ ആക്രമണം. 3 പേർക്ക് നായയുടെ കടിയേറ്റു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു തെരുവുനായയുടെ ആക്രമണം. കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂൾ പരിസരത്തായാണ് നായയുടെ ആക്രമണമുണ്ടായത്. കല്ലിപ്പാടം സ്വദേശികളായ 3 പേർക്കാണ് നായയുടെ കടിയേറ്റത്. രാവിലെ നടക്കാനിറങ്ങിയ ഒരാൾക്കും പാൽ വിൽപ്പനക്കാരനും ഉൾപ്പെടെ 3 പേരെയാണ് നായ ആക്രമിച്ചത്. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. നായയുടെ ആക്രമണത്താൽ പ്രദേശം ഭീതിയിലാണ്. പ്രദേശത്ത് നായ്ക്കൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്നത് പതിവായിട്ടുണ്ട്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരാണ് കാൽനടയാത്രയായി പോകുന്ന പ്രദേശം കൂടിയാണിത്. സത്വര നടപടികൾ ഉണ്ടാകണമെന്നും ആവശ്യമുയർന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വ്യക്തത വരുത്തി തൃശൂർ മുൻ മേയർ MK വർഗീസ് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനാണ് താൽപ്പര്യമെന്നും മത്സരരംഗത്തേക്ക് ഇല്ലെന്നും ഒരു സാധാരണ പ്രവർത്തനമായി തുടരാനാണ് താൽപ്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിവരികയാണെന്നും മുൻ മേയർ കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ മുൻ മേയർ MK വർഗീസ് BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ നേരത്തെ പ്രചരിപ്പിച്ചിരുന്നു. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാൻ തന്നെയാണ് എൻ്റെ താല്പര്യം. ഞാൻ ഈ ഒരു മത്സര രംഗത്തോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു സാധാരണ പ്രവർത്തകനായിട്ട് നിലനിൽക്കാനാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരു അധികാരവും എനിക്ക് താല്പര്യമില്ല. കാരണം 5 വർഷക്കാലം തൃശ്ശൂർ പട്ടണത്തിനകത്ത് കോർപ്പറേഷന് ഭരിക്കാൻ കിട്ടിയത് കൊണ്ട് തന്നെ സന്തോഷമുണ്ട്. കാരണം അതൊരു ദൈവകൃപയോട് കിട്ടിയതാണ്, അതിൻ്റെ പാർട്ടി തന്നതൊന്നും അല്ലല്ലോ. ആ കൃപ മാത്രം മതി എനിക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏത് പാർട്ടിയിൽ ഇപ്പോൾ വളരെയധികം ആൾക്കാർ ഇത് ആഗ്രഹിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. അവരുമായിട്ട് ഒരു യുദ്ധത്തിനൊന്നും ഞാൻ തയ്യാറില്ല. നമ്മൾ ഒരു സജീവ പ്രവർത്തകനായിട്ട് തിരിച്ച് കോൺഗ്രസിൽ തന്നെ പ്രവർത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിനെ പല ആൾക്കാരും എന്നെ വിളിക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിലുള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പൂജാരി അറസ്റ്റ്. എരിയാട് പേബസാർ സ്വദേശി ഷാജിയെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്ഷേത്രത്തിലെത്തിയ 14-കാരിയാണ് ഇയാൾ 4 തവണ പീഡിപ്പിച്ചത്. 2024-ലും 2025-ലുമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. സർക്കാർ പദ്ധതികൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ പദ്ധതി നിർവഹണം ആവശ്യമാണെന്ന് പി. സുമോദ് MLA പാലക്കാട്ട് സംഘടിപ്പിച്ച വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ജില്ലാ പഞ്ചായത്ത് പാലക്കാടാണെന്നത് അഭിമാനകരവും മാതൃകാപരവുമാണ്. കൃഷി, ജലസംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അഭിമാനകരമായ നേട്ടം കൈവരിച്ചു. വികസനം സാധാരണക്കാരിൽ എത്തിക്കുക എന്ന സർക്കാർ നയം നടപ്പിലാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാവേണ്ടതുണ്ട്. സാധ്യമാവില്ലെന്ന് കരുതിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ 10 വർഷം കൊണ്ട് സാധ്യമായി എന്നും MLA പറഞ്ഞു. നമ്മുടെ പാലക്കാട് ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിൽ ഒരു ജില്ലയാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ജില്ലയാണ്. ഒന്ന് അതിർത്തി സംസ്ഥാനവുമായി പങ്കിടുന്നൊരു ജില്ല. ഒരുപക്ഷെ ആലപ്പുഴ ജില്ലയോളം വലിപ്പമുള്ള
അട്ടപ്പാടി ഭൂപ്രദേശമുള്ള ജില്ല, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതി ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ജില്ല, ഒരു പ്രദേശമാകെ ട്രൈബ്, അട്ടപ്പാടി മേഖലയാകെ ട്രൈബുള്ള ജില്ല, കാർഷിക മേഖലയിൽ എത്രയോ പതിറ്റാണ്ടുകളായി ആളുകൾ നിലകൊള്ളുന്ന ഒരു ജില്ല, ഇങ്ങനെ ബഹുമുഖ സാധ്യതകളുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളുള്ളൊരു ജില്ല. ഇപ്പോൾ വടക്കുനാടൻ കൾച്ചറെല്ലാം ഇങ്ങോട്ട് ചിറ്റൂർ മേഖലയിലേക്ക് പോയി. ഇങ്ങനെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ പാലക്കാട് ജില്ലയിലെ ആ പ്രത്യേകതകൾക്കനുസരിച്ച് നമ്മുടെ ജില്ലയിലെ ത്രിതല ഭരണ സംവിധാനം, ഭരണകൂടങ്ങൾക്ക്, പഞ്ചായത്തുകൾക്കൊക്കെ സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പൊതുവായി വികസന ക്ഷേമ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഏതെല്ലാം മേഖലകളിൽ സുസ്ഥിരമായ വികസനം കൈവരിക്കാനായി, ഇനി ഏതെല്ലാം മേഖലകളിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലക്ടർ മാധവിക്കുട്ടി, ആസൂത്രണ സമിതി അംഗം ജെ ജോസഫൈൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഏലിയമ്മ ഡൈനാൻ, ജില്ലാ ഫെസിലേറ്റർ കെ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് യാക്കരയിലെ VT സ്മാരക സാംസ്കാരിക സമുച്ചയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് സ്മാരകത്തിന് മുന്നിൽ പാലക്കാട് മുന്നോട്ട് പ്രവർത്തകർ ധർണാസമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ വർഷം മെയ് 19 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടും പൊതുജനങ്ങൾക്കായി കെട്ടിടം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ലെന്നും പാലക്കാട്ട് മുന്നോട്ട് പ്രവർത്തകർ പറഞ്ഞു. പാലക്കാട്ട് മുന്നോട്ട് പ്രസിഡന്റ് ഡോക്ടർ MN അൻവറുദ്ദീൻ ധർണാസമരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം മെയ് 19 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം തികയുന്നു. ഇപ്പോഴും ഈ സമുച്ചയം പൊതു ആവശ്യങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. കിഫ്ബിയിൽ നിന്ന് 68 കോടി ചിലവാക്കി 1 ലക്ഷം ചതുരശ്ര അടിയിലാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്മാരകം തുറന്നു കൊടുത്താൽ പാലക്കാട്ടുകാർക്ക് ചുരുങ്ങിയ ചെലവിൽ ചിത്രപ്രദർശനം, കലാപരിപാടികളൊക്കെ നടത്താൻ പറ്റും. എന്നാൽ പിന്നോക്ക ജില്ലയായ പാലക്കാടിനോട് സർക്കാരും ജനപ്രതിനിധികളും തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത്. പാലക്കാട്ടുകാർക്ക് ഇത്രയൊക്കെ മതി എന്നാണ് ഇവരുടെ നയം. ഇത് അവസാനിപ്പിച്ചേ തീരൂ എന്നും സംഘടന ആവശ്യപ്പെട്ടു. യാക്കരയിലെ സ്മാരകത്തിന് മുന്നിൽ നടന്ന ധർണ പാലക്കാട് മുന്നോട്ട് പ്രസിഡന്റ് ഡോക്ടർ MN അൻവറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. P വിജയൻ അധ്യക്ഷത വഹിച്ചു. S സുരേന്ദ്രൻ, M ഉണ്ണികൃഷ്ണൻ, AH അബ്ദുൾ ജലീൽ, P ജയരാമൻ, പോൾ ജയരാജ്, ധർമ്മരാജ്, സ്വരാജ് രമണൻ, MN പരമേശ്വരൻ, M സുകുമാരപിള്ള, KP ശബരിഗിരീഷ്, V ചെന്താമര, PK കൃഷ്ണൻ, രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ മോഷണം ഉണ്ടായ 2 സ്ഥാപനങ്ങളിലും പോലീസും വിരൽ അടയാള വിദഗ്ധരും പരിശോധന നടത്തി. പുരാവസ്തു ശേഖരിക്കുകയും പ്രദർശനത്തിന് വയ്ക്കുകയും ചെയ്യുന്ന കോഴിമാവർമ്മ ക്ഷേത്രത്തിനടുത്തുള്ള മ്യൂസിയത്തിലും പയങ്കുളം റോഡ് മുടനാട്ട് പാടത്തിന് സമീപമുള്ള പ്ലംബിംഗ് കടയിലുമാണ് പോലീസ് പരിശോധന നടത്തിയത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധന സാമഗ്രികളാണ് ഇവിടെ നിന്നും മോഷണം പോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കാനാവാത്ത ചെമ്പ്, ഓട്, പിച്ചള സാമഗ്രികളും രൂപയും മോഷണം പോയതായാണ് പരാതി. പയങ്കളം റോഡ് മുണ്ടനാട്ട് പാടത്തിന് സമീപം പ്രവർത്തിക്കുന്ന പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന കടയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. നിലവിളക്ക്, പിച്ചള സാമഗ്രികൾ തുടങ്ങിയ സാമഗ്രികൾക്കു പുറമെ കടയിൽ വെച്ചിരുന്ന 17,000 രൂപയും ക്യാമറകളുടെ DVR-ഉം ഹാർഡ് ഡിസ്ക് എന്നിവയും മോഷണം പോയിട്ടുണ്ട്. കടയുടെ സമീപത്ത് തന്നെ താമസിക്കുന്ന കട ഉടമ TG സുരേന്ദ്രൻ വ്യാഴാഴ്ച രാവിലെ കടയിൽ വന്ന് നോക്കുമ്പോഴാണ് പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസും വിരലടയാള വിദഗ്ധ KN ജീനിയുടെ നേതൃത്വത്തിലുള്ള സംഘം കടയിലെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകനും പുരാവസ്തു ശേഖരിക്കുന്ന വ്യക്തിയുമായ ചെറുതുരുത്തി വിജയന്റെ കോഴ്മാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപമുള്ള മ്യൂസിയത്തിൽ വെച്ചിരുന്ന ചെമ്പ്, ഓട്, പിച്ചള എന്നിവ ഉപയോഗിച്ചുള്ള വസ്തുക്കളാണ് മോഷണം പോയത്. മോഷണം പോയ വസ്തുക്കളിൽ പലതും വർഷങ്ങളോളം പഴക്കമുള്ളവയാണ്. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭയിൽ വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. MCF-ൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ ശുചിത്വബോധം വളർത്തിയെടുക്കുക എന്നതാണ് ഹരിതസേന സ്കോളർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളിലൂടെ മാലിന്യ സംസ്കരണത്തിനെ കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ തുടക്കം മുതൽ ഏതൊരു കുട്ടിയുടെയും തുടക്കം മുതൽ അത്തരത്തിലുള്ള ഒരു ശീലം വളർത്തിയെടുക്കുകയാണെങ്കിൽ അതാണ് വരും തലമുറയ്ക്ക് ഉപകാരപ്പെടുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തന്നെ അറിയുന്നുണ്ടാവും. നിങ്ങളുടെ സ്കൂൾ വിട്ടു പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുക, കടകളിൽ നിന്ന് ലേസ്, മുട്ടായി
ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങി ഭക്ഷിച്ച ശേഷം അതിന് കവറ് വഴിയിൽ ഉപേക്ഷിച്ചു പോകും. അത്തരത്തിലൊരു ശീലം നമുക്കുണ്ട്. ഇനി ആ ശീലം ഉണ്ടാവരുത്. നമ്മുടെ ഷൊർണൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇനി ഇത്തരം ഇങ്ങനെ റോഡ് സൈഡിലൊന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. നഗരസഭയുടെ MCFലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ, കൗൺസിലർമാരായ ഷീജ, ലത, രജിത, ക്ലീൻ സിറ്റി മാനേജർ ശിവൻ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ശുചിത്വ അവബോധം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സ്കോളർഷിപ്പിന്റെ ലക്ഷ്യം. 17 വിദ്യാലയങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഹരിതസേന സ്കോളർഷിപ്പിൽ പങ്കാളികളായത്. ചടങ്ങിൽ ഇവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചെയർപേഴ്സൺ വിതരണം ചെയ്തു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദേശത്തുള്ള പ്രവാസികൾക്കും നാട്ടിലെത്തിയ പ്രവാസികൾക്കും പ്രവാസി ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ ഗൂഗിൾ മീറ്റ് സംഘടിപ്പിച്ചു. ചെറുതുരുത്തി ഷീൽ ലോഡ്ജിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. വിദേശികളായിട്ടുള്ള പ്രവാസികളെയും നമ്മളുടെ ഗൂഗിൾ മീറ്റ് വഴി ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള വിദേശത്തുള്ള പ്രവാസികളെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ഗ്രാമസഭയുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് 26-27 പദ്ധതി രൂപീകരണം ആണ്. എല്ലാവരുടെയും ക്രിയാത്മകമായ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുകൊണ്ട് ഭരണപ്രസംഗം കാര്യങ്ങൾ നിൽക്കുന്നില്ല. എല്ലാവരുടെയും ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രവാസിയുമായ അബ്ദുൽ കബീർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ത്രീകൾ അടക്കമുള്ള നിരവധി പ്രവാസികൾ അവരുടെ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും അവതരിപ്പിച്ചു. 60 വയസ്സായ അംഗങ്ങൾക്ക് പെൻഷൻ പോലുള്ള സംവിധാനം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. കൂടാതെ നാട്ടിൽ നിൽക്കുന്ന പ്രവാസികളുടെ ഫോൺ നമ്പർ ശേഖരിച്ച് കൂട്ടായ്മ ഉണ്ടാക്കാനും ചടങ്ങിൽ തീരുമാനമായി. തുടർന്ന് ചായയും മധുരപലഹാരങ്ങളും നൽകിയാണ് പ്രവാസികളെ പറഞ്ഞയച്ചത്. ഇതുപോലുള്ള മീറ്റിംഗുകൾ ഇനിയും ഉണ്ടാകണമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PN അനിൽകുമാർ സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് റസീന നന്ദിയും പറഞ്ഞു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ശ്രീ മാരിയമ്മൻ കോവിൽ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സത്യകൂപം എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മഹോത്സവം ഈ മാസം 16-ന് സമാപിക്കും. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരമഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടി. വ്യാഴാഴ്ചയായിരുന്നു പൂരമഹോത്സവം. 10,000 പങ്കെടുത്ത പൂരമഹോത്സവം വർണ്ണവമായി. വൈകിട്ടോടെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. വാദ്യമേളങ്ങൾ, തിറാപൂതൻ, മറ്റു കലാരൂപങ്ങൾ തുടങ്ങിയവ ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടിയപ്പോൾ അവസ്മരണീയ കാഴ്ചയാണ് പൂരപ്രേമികൾക്ക് സമ്മാനിച്ചത്. തുടർന്ന് ആഘോഷ കമ്മിറ്റികൾ ദേവിയെ വലം വെച്ച് മടങ്ങിയതിനു പിന്നാലെ 8 ഗജവീരന്മാർ പങ്കാളിയായി, ഒപ്പം മേളവും. ഇതോടെ ആർത്തുല്ലസിച്ച പുരുഷാരമയം ഒരിക്കൽ കൂടി പൂരമഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ താലംകുളത്തിൽ തോൽപ്പാവക്കുത്ത് രാവിലെ 7-ന് കൂറവലിച്ചതോടുകൂടി പൂരമഹോത്സവത്തിന് പരിസമാപ്തിയായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ കൈമക്കുന്നത്തുകാവിൽ ഉച്ചാർവേല ആഘോഷിച്ചു. വിവിധ വേലകൾ ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ച് വിസ്മയമായി. നായർ വീട്, കൊറ്റുകുളങ്ങര എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ 3 കുതിരകൾ ചെട്ടിയാലിൻ ചുവട്ടിലെത്തി ആദ്യം അണിനിരന്നു. തുടർന്ന് മറ്റു വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ വഴിപാട് ദേശക്കാളുകളും മൈതാനിയിൽ അണിനിരുന്നതോടെ ഉച്ചാറൽ വേല കാണികൾക്ക് വിസ്മയ കാഴ്ചയായി. ഓരോ വഴിപാട് കാളുകൾക്കും വാദ്യമേളങ്ങൾ അകമ്പടിയേകി. ക്ഷേത്ര മൈതാനിൽ അണിനിരന്ന കാള കുതിരവേലകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മെല്ലെ മെല്ലെ ക്ഷേത്രസന്നിധിയിലേക്ക് നീങ്ങി. സന്ധ്യയോടെ നടന്ന കാള കുതിരകളിയോടെ ഉച്ചാറൽ വേലയ്ക്ക് സമാപനമായി. വൈകിട്ട് ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായി. അടുത്ത ഉച്ചാറൽ വേലയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ഇനി നാട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ 1 മാസമായി നടന്നു വന്നിരുന്ന നിർമ്മാല മഹോത്സവം
അവിൽ നിവേദ്യവും സമാപിച്ചു. ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി 16 തുടങ്ങി 22 ആറാട്ടോടുകൂടി സമാപിക്കും. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രോത്സവം ഫെബ്രുവരി 16 തുടങ്ങി ഫെബ്രുവരി 22 ആറാട്ടോടെ സമാപിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി 16 രാവിലെ ഉദയാസ്തമയ പൂജ, വൈകുന്നേരം ഭക്തിഗാനമേള, 17 തീയതി വൈകുന്നേരം 7:30 തന്ത്രി ശ്രീ തീയന്നൂർ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടക്കും. കൊടിയേറ്റത്തിന് ശേഷം തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവയും ഫെബ്രുവരി 18 രാവിലെ ഉത്സവ ചടങ്ങുകൾ, വൈകുന്നേരം നൃത്തനൃത്യങ്ങൾ, 19 വൈകുന്നേരം ചാക്യാർകൂത്ത്, 20 രാവിലെ ഉത്സവ ബലി, ഉത്സവ കഞ്ഞി വിതരണവും എന്നിവയും വൈകുന്നേരം കഥകളിയും നടക്കും. 21 പള്ളിവേട്ടയും 22 ആറാട്ടും നടക്കും. രാവിലെ ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണി മുതൽ പ്രസാദൂട്ടും ഉണ്ടാവും. ന്യൂസ് സെന്റർ ഷൊർണൂർ. പത്രിപ്പാല മക്ക മസ്ജിദിന്റെ നേതൃത്വത്തിൽ റംസാനെ വരവേൽക്കാം എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പത്രിമാല ഒരുമ ഹാളിൽ നടന്ന പ്രഭാഷണത്തിന് മൗണ്ട് സീന ഡയറക്ടർ CK മനോഫ് നേതൃത്വം നൽകി. പക്ഷേ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴും നമുക്ക് എന്താണ് ഒരു വിരസതയോ മടുപ്പോ തോന്നുന്നില്ല. കാരണം നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബിവചനങ്ങളുമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കേട്ടാലും അത് നമുക്ക് വിരസത ഉണ്ടാക്കൂല. ഒരു മൊണോട്ടണി, ഒരു വിരസത നമുക്ക് അത് കേട്ടാൽ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് സംവദിക്കുന്നത് നമ്മുടെ മനസ്സിനോടാണ്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനോടാണ് ഖുർആൻ സംവദിക്കുന്നത്. ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ റമദാൻ മാസത്തിന് ഒരുപാട് പേരുകളുണ്ട്. സയ്യിദ് ഷുഹൂർ ഇവിടെ പറഞ്ഞില്ലേ, മാസങ്ങളുടെ ലീഡറാണ് റമദാൻ മാസം. മക്ക മസ്ജിദ് പ്രസിഡന്റ് ഷംസുദ്ദീൻ പത്രിപ്പാല അധ്യക്ഷത വഹിച്ചു. മക്ക മസ്ജിദ് മദ്രസ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി മാസ്റ്റർ സ്വാഗതവും ഷിഹാബ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ വൻ അഴിമതി കണ്ടെത്തിയിരിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം അഴിമതിക്ക് വേണ്ടിയായിരുന്നു. മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. അയ്യപ്പ സംഗമം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിശ്വാസികളോടുള്ള തട്ടിപ്പാണ്. 3 കോടിയിലധികം രൂപ ചെലവഴിച്ച് അയ്യപ്പ സംഗമം നടത്തി ആ ദേവസ്വം ബോർഡിൻ്റെ പണം അതിനായി ചെലവഴിച്ച് വിശ്വാസികളുടെ വഞ്ചന കാട്ടിയ സർക്കാർ, ദേവസ്വം മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം അദ്ദേഹം. കാരണം ഒരു ആദ്യം മുതലേ അതിനെക്കുറിച്ച് ഭയങ്കരമായ വിമർശനം വന്നതാണ്. അയ്യപ്പ സംഗമം തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് അത് വിശ്വാസി സമൂഹത്തെ അപമാനിക്കാൻ വേണ്ടി നടത്തിയ അയ്യപ്പ സംഘമാണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹ തള്ളലായാലും സ്നേഹ തല്ലലായാലും തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യും. TV ചാനലിൽ മുഖം കാണിക്കാൻ തള്ളുന്നവരോട് ജനത്തിന് പരിഹാസമാണെന്നും കെ മുരളീധരൻ. 1ാം വിള നെല്ല് സംഭരിച്ചതിൽ വില കിട്ടാത്തതിൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട് സപ്ലൈകോ റീജിയണൽ മാനേജരെ ഉപരോധിച്ചു. നെല്ലുവില സർക്കാർ ബാങ്കുകൾക്ക് കൈമാറാത്തതാണ് കർഷകർക്ക് വില നൽകാൻ കഴിയാത്തതെന്ന് ബാങ്ക് അധികൃതരും സപ്ലൈകോയും. ഫെബ്രുവരി 23-നകം തുക ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളെന്ന് കർഷക സംരക്ഷണ സമിതി. ഷൊർണൂർ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതി രേഖയ്ക്ക് വികസന സെമിനാറിൽ അംഗീകാരം. 18,70,80,000 രൂപയുടെ പദ്ധതികൾ വിഭാവനം ചെയ്യും. ഷൊർണൂരിൽ പല പദ്ധതികൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും ബജറ്റിൽ ഇതിനകം തുക മാറ്റിവെച്ചിട്ടുണ്ടെന്നും വിമർശിക്കുന്നവർ ഇതൊന്നും കാണാതെ പോകരുതെന്നും P. മമ്മിക്കുട്ടി MLA. സർക്കാർ പദ്ധതികൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ പദ്ധതി നിർവഹണം ആവശ്യമാണെന്ന് PP സുമോദ് MLA. ജില്ലാ വികസന സെമിനാർ പാലക്കാട്ട്. ഷൊർണൂർ കല്ലിപ്പാടത്തെ തെരുവുനായ ആക്രമണം. 3 പേർക്ക് നായയുടെ കടിയേറ്റു. നായയുടെ ആക്രമണം നടന്നത് വെള്ളിയാഴ്ച രാവിലെ. അഭ്യൂഹങ്ങൾക്ക് ഇവിടെ മനസ്സ് തുറന്ന് തൃശൂർ മുൻ മേയർ MK വർഗീസ്. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനാണ് താല്പര്യമെന്നും മത്സരരംഗത്തേക്ക് ഇല്ലെന്നും MK വർഗീസ്. വെളിപ്പെടുത്തൽ MK വർഗീസ് BJPയിലേക്ക് പോകുമെന്ന പ്രചരണത്തിന് പിന്നാലെ. സിവിൽ സർവീസ് മേഖലയിലുള്ളവരെ കഴിഞ്ഞ 10 വർഷമായി അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്ത സർക്കാരാണ് കേരളത്തിലേതെന്ന് KGOU. DA അവകാശമല്ലെന്ന് കോടതിയിൽ പറഞ്ഞ സർക്കാർ മാധ്യമങ്ങളുടെ മറുവാദമുന്നയിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചത് തൊഴിലാളി വഞ്ചനയെന്നും നേതാക്കൾ. തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മാത്രം ജീവനക്കാരെ ഓർക്കുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും വിമർശനം. മഴവില്ലഴകിൽ കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം മഹോത്സവം.
വിവിധ വേലകളുടെ സംഗമം വർണ്ണാഭമായി. പൂരമഹോത്സവത്തിന് ആയിരങ്ങൾ സാക്ഷിയായി. ഇസ്മയിൽ തീർത്തെ മണ്ണൂർ ഉച്ചാർ വേല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.